പനി മാറിയിട്ടും മാസങ്ങളോളം വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്ക്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ട് തവണ മാത്രമേ എനിക്ക് പനി വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു ഓർമ്മയെ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുള്ളൂ. ഈ 2 പനി എന്ന് പറഞ്ഞാൽ ഒന്ന് കൊറോണയും ഒന്ന് ഡെങ്കു ആയിരുന്നു. അതല്ലാത്ത നോർമലായിട്ടുള്ള ഒരു പനി എനിക്ക് വരാറേ ഇല്ലായിരുന്നു. അപ്പോൾ കൂടെ താമസിക്കുന്ന ആൾക്കാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ പനി വരുമ്പോഴേ എനിക്ക് പനി വരാറില്ല. അപ്പോൾ എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു അഭിമാനമായിരുന്നു എനിക്ക്. എനിക്ക് കഴിഞ്ഞൊരു 10-20 ദിവസമായിട്ട് പനിയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൊറോണയും ഡെങ്കു ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നമ്മളെ നന്നായിട്ട് തളർത്തി കളയുന്ന ഇൻഫ്ലുവൻസ എ എന്ന് പറയുന്ന ഒരു വൈറൽ പനിയാണ് എനിക്ക് വന്നത്. അപ്പോൾ പനി മാറിയിട്ടും ക്ഷീണം മാറുന്നില്ല, ക്ഷീണം മാറിയിട്ടും ചുമ മാറുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും ഒരു പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പല ടെസ്റ്റുകളും നടത്തി അഡ്വൈസ് ഒക്കെ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരിലോ അതുപോലെ തന്നെ അലർജിക് കണ്ടീഷൻ ഉള്ള ആൾക്കാരിലോ ആണ് ഇതുപോലൊരു പനി വന്നു കഴിഞ്ഞാലും 1, 2, 3 മാസമൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചുമ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ എ പോലുള്ള വൈറസുകളുടെ ഒരു സീസണാണ് ഈ നവംബറും ഡിസംബറും ജനുവരിയും ഒക്കെ. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടർമാരും ഒക്കെ ഈ സീസൺ ആകുമ്പോൾ വാക്സിൻ എടുക്കും ഓരോ വർഷവും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു വാക്സിൻ എടുക്കാം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചുകൂടി കെയർഫുൾ ആവാം. ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ വേണമെങ്കിൽ മാസ്ക് ധരിക്കാം, അതുപോലെ കൊറോണ കാലത്ത് നമ്മൾ ഉപയോഗിച്ചതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള പ്രിക്കോഷനൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ചുരുങ്ങിയ പക്ഷം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അലർജിക് കണ്ടീഷനോ അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരോ എങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പനി മാറിയാലും ചിലപ്പോൾ നമ്മൾ 1, 2, 3, 4 മാസം ചുമച്ച് നടക്കേണ്ടി വരും.